കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിൽ നടപടിയെടുക്കാതെ അധികൃതർ 3 മാസത്തിലധികമായി മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അടിയന്തരമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് രോഗികളും പ്രദേശവാസികളും. ഉപയോഗം കഴിഞ്ഞ സിറിഞ്ച്, മരുന്നുകുപ്പി, ഇഞ്ചക്ഷൻ, സൂചി തുടങ്ങിയ ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് 3 മാസത്തിലധികമായി കെട്ടിക്കിടക്കുന്നത്. വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം രോഗികൾ അസുഖം കുറയാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അതിന് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് രോഗികൾ വരുന്നതാണ്, എന്നും വരുന്നതാണ്. ഈ വേസ്റ്റ് ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണതാണ്. ഇത്രയും വേസ്റ്റുകൾ ഉണ്ട്, സിറിഞ്ച് വരെ ഉണ്ട് ഇവിടെ കിടക്കുന്നത്. മാലിന്യം നിറഞ്ഞതോടെ പഴയ അത്യാഹിത വിഭാഗത്തിന് സമീപത്ത് ഇവ കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. ഗുരുതരമായ പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പ്രദേശവാസികളും. ഒരുപാട് പ്ലാസ്റ്റിക് ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ കാണാണ്. ഇപ്പോൾ രോഗികൾക്കൊക്കെ ഭയങ്കര അസുഖം വരുന്ന സാധ്യത കൂടുതലാണ്. കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂട്ടി കിടക്കുന്നത്, അതേപോലെ സിറിഞ്ചുകൾ, അതേപോലെ ഗ്ലൗസുകൾ, ഇതൊക്കെ തന്നെ ഇവിടുത്തെ രോഗികൾക്ക് കൊതുക് അതിലൊക്കെ വന്ന് കൊതുകുകളൊക്കെ മറ്റുള്ളവർ കുത്തി അറിഞ്ഞാൽ തന്നെ അസുഖം കൂടുതലായിട്ട് ബാധിക്കില്ല. അപ്പോൾ ഇതിനു വേണ്ടി നടപടികളൊക്കെ സർക്കാർ പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ചെയ്യണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ഇമേജ് എന്ന ബയോമെഡിക്കൽ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് മാലിന്യം കൊണ്ടുപോകുന്നത്. എന്നാൽ സൂചികളും മറ്റും ഉപയോഗം കഴിഞ്ഞാൽ ഇട്ടുവയ്ക്കുന്ന ടാമ്പർ പ്രൂഫ് കണ്ടെയ്നർ തീർന്നതോടെ ഇവ കൊണ്ടുപോകാൻ IMA വിസമ്മതിച്ചിരിക്കുകയാണ്. നിലവിലെ കരാർ കഴിഞ്ഞതോടെ ഫണ്ട് വിതരണവും നിലച്ചിരിക്കുകയാണ്. മാലിന്യങ്ങൾ സാധാരണ കന്നാസുകളിലാണ് ഇപ്പോൾ ശേഖരിച്ചു വെക്കുന്നത്. എന്നാൽ ഇവ ശേഖരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇമേജ്. ഫണ്ടിലേക്ക് തുക കൈമാറിയിട്ടുണ്ടെന്നും മാലിന്യമുടൻ നീക്കം ചെയ്യുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ജനം, കോഴിക്കോട്.